നമസ്കാരം. ഇറാനിൽ കാലിടറിയ നെതന്യാഹു സ്വന്തം നാട്ടിൽ നിൽക്കക്കള്ളിയില്ലാതെ നിൽക്കുമ്പോൾ, തെരഞ്ഞെടുപ്പിനെ തോൽക്കുമോ എന്ന ഭീതിയോടെ നോക്കി നിൽക്കുമ്പോൾ ഇസ്രായേലിന് മേൽ അപ്രതീക്ഷിതമായ മറ്റൊരാഘാതവും കൂടി ഉണ്ടാവുകയാണ്. നെതന്യാഹു ഗതികെട്ട് നിൽക്കുന്നു. തുർക്കി അപ്പുറത്ത് ഡെമോക്ലസിൻ്റെ വാൾ പോലെ തൊട്ട് തലയ്ക്ക് മേലെ തൂങ്ങിയാടുന്നു. തുർക്കിയുടെ ആത്മവിശ്വാസവും നിൽപ്പും ഇസ്രായേലിന് പുതിയ ഭീതി ഉണർത്തുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് തങ്ങളുടെ മുന്നോട്ട് പോക്കിനെ തന്നെ ബാധിക്കുമോ എന്ന ആശങ്ക ഇസ്രായേലിനെ പിടികൂടിയിരിക്കുന്നു അത്രേ. ഇനി അത് നേരിട്ടുള്ള ആക്രമണത്തിലേക്ക് കടക്കുമോ, എങ്ങനെ അവസാനിക്കും എന്നൊക്കെയുള്ള ആശങ്കയുണ്ട്. ലോകം മുഴുവൻ തള്ളിക്കളഞ്ഞ നെതന്യാഹുവിന് US അല്ലാതെ മറ്റൊരു പിന്തുണയുമില്ല. ഇവിടെ US പിന്തുണയ്ക്കില്ലത്രേ. എന്നാൽ തുർക്കി പരസ്യമായ എതിർപ്പുമായി വരുമ്പോൾ ഇസ്രായേലും നെതന്യാഹുവും കൂടുതൽ ഒറ്റപ്പെടുന്നു. ഇത് സംബന്ധിച്ച എന്താണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം നമ്മളിവിടെ പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ഇസ്രായേലിന് മേൽ ഡെമോക്ലസിൻ്റെ വാളായി അപ്രതീക്ഷിത എതിരാളിയായി എർദോഗൻ ഇറങ്ങി വരികയാണ്. മിഡിൽ ഈസ്റ്റിലെ പുതിയ രാഷ്ട്രീയ സമവാക്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ മാറ്റങ്ങളിലൊന്ന് പലസ്തീൻ, ഗാസ, ലബനൻ, ഇറാൻ തുടങ്ങി മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് മേലുള്ള ഇസ്രായേലിൻ്റെ നിർദ്ദയമായ ഓട്ടത്തിന് പരിസമാപ്തിയാകുന്ന സംഘർഷത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്ന പുതിയ ചർച്ച ഉയർന്നു വരുന്നു. സിറിയയിൽ തുർക്കി ശക്തമായി ഇടപെടാൻ തുടങ്ങിയതോടെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഇസ്രായേൽ കനത്ത ആശങ്കയിലേക്ക് നീങ്ങിയത്. അപ്പുറത്ത് തുർക്കി ശക്തമായ നീക്കം ഇസ്രായേലിന് നേരെ നടത്തുമെന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയാണ്. പുതിയ ചർച്ചകൾ നടക്കുകയാണ്. ഇസ്രായേലിൻ്റെ ഒരു വ്യോമാക്രമണം നടന്നു ഓഗസ്റ്റ് 18-ന്. വടക്കു പടിഞ്ഞാറൻ സിറിയയിലെ അബു അൽ ദുഹൂർ വ്യോമത്താവളത്തിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം ഇത് ഈ തുറന്ന ഏറ്റുമുട്ടലിൻ്റെ വക്കിലേക്ക് ഈ തർക്കത്തെ എത്തിച്ചിരിക്കുകയാണ്. 8 ആക്രമണങ്ങൾ നടന്നു. റൺവേയും സംഭരണ കേന്ദ്രങ്ങളും തകർന്നെങ്കിലും ആളപായം ഉണ്ടായിട്ടില്ല. ഇസ്രായേലിൻ്റെ വാദം അവിടെ വ്യക്തമായിരുന്നു. തുർക്കി സൈനികരെ, റഡാറിനെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും ഈ താവളത്തിൽ വിന്യസിക്കാൻ സിറിയ അനുവദിക്കുകയാണ് എന്നും അത് ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്നും ആണ്. എന്നാൽ മറ്റു രാജ്യങ്ങളെപ്പോലെ തുർക്കി അടങ്ങിയിരുന്നില്ല. ഇസ്രായേൽ വാദം തുർക്കി അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല, അവർ മുൻ നിലപാടിൽ ഉറച്ചു നിന്നു. അത് പരസ്യമായി പറയുകയും ചെയ്തു. ഇസ്രായേൽ സിറിയയുടെ പരമാധികാരം ലംഘിക്കുകയാണ് എന്നും ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും തുർക്കി ഉറച്ച നിലപാട് പറഞ്ഞു. അങ്ങനെ ഇതുവരെ ഇസ്രായേൽ ഏകപക്ഷീയമായി സൈനിക ശക്തി പ്രയോഗിച്ചിരുന്ന സിറിയയിൽ ഒരു പുതിയ വെല്ലുവിളി ഉയർന്നിരിക്കുകയാണ്. ചോദിക്കാനും പറയാനും ആരും വരില്ലെന്ന ഇസ്രായേൽ ഹുങ്കിന് മേലെ തുർക്കിയുടെ തിരിച്ചടി. ഇതോടെ അബു അൽ ദുഹൂർ ആക്രമണം ഒരു സാധാരണ ഇസ്രായേൽ വ്യോമാക്രമണം മാത്രമല്ലാതായി മാറി. സിറിയയിലെ അസദ് ഭരണകൂടം 2024 വീണതിന് ശേഷം രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറിയിരുന്നു. പുതിയ ഭരണകൂടവുമായി തുർക്കി അടുത്ത ബന്ധം സ്ഥാപിച്ചു. പരിശീലനം, സൈനിക സഹകരണം, പ്രതിരോധശേഷി വികസിപ്പിക്കൽ തുടങ്ങിയ മേഖലകളിൽ അങ്കാറ സിറിയയെ സഹായിക്കുന്നു. ഇസ്രായേൽ അതേസമയം പുതിയ സിറിയൻ ഭരണകൂടത്തെയും തുർക്കിയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെയും സംശയത്തോടെയാണ് കാണുന്നത്. ഇസ്രായേലിൻ്റെ കാഴ്ചപ്പാടിൽ പ്രശ്നം രണ്ടാണ്. ഒന്ന്, സിറിയൻ പ്രദേശത്ത് ഒരു ശക്തമായ ഭരണം, അതായത് കേന്ദ്രീകൃത ഭരണം രൂപപ്പെടാൻ പാടില്ല. 2, ഭരണകൂടത്തിന് പിന്നിൽ തുർക്കിയുടെ സൈനിക ശക്തി ആണ് എന്നത് അതിനപ്പുറത്ത്. അതുകൊണ്ടാണ് അബു അൽ ദുഹൂർ പോലുള്ള സ്ഥലങ്ങൾ നിർണായകമാകുന്നത്. ഇസ്രായേൽ പറയുന്നത് തുർക്കി സൈനിക സാന്നിധ്യം അവിടെ സ്ഥാപിക്കാൻ നീക്കം നടത്തി എന്നാണ്. എന്നാൽ സിറിയൻ വിദേശകാര്യമന്ത്രി അസാദ് അൽ ഷൈബാനി പറഞ്ഞത് സ്ഥിരം തുർക്കി സൈനിക താവളം സ്ഥാപിക്കാൻ പദ്ധതി ഇല്ലായിരുന്നു എന്നാണ്. തുർക്കി ഉദ്യോഗസ്ഥർ താവളം സന്ദർശിച്ചത് സൈനിക പരിശീലനവും വിദഗ്ധ സഹകരണവുമായി ബന്ധപ്പെട്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേൽ ആക്രമിച്ചത് ഒരു സിറിയൻ വ്യോമത്താവളത്തെയാണ്, പക്ഷേ സന്ദേശം തുർക്കിക്കായിരുന്നു. അതിലും വലിയ പ്രശ്നം ആ സന്ദേശം അങ്കാറ സ്വീകരിച്ചില്ല എന്നാണ്. ഞങ്ങൾ അവിടെ പോകും, അത് ചോദിക്കാൻ നിങ്ങളാരാണെന്ന് തുർക്കി തിരിച്ചു ചോദിക്കുകയാണ്. സാധാരണ ഇസ്രായേൽ ഇതുപോലുള്ള ഒരു ആക്രമണം നടത്തിയാൽ തുർക്കി ഒഴിഞ്ഞു പോകുമെന്നായിരുന്നു കണക്ക് കൂട്ടൽ. കാരണം തുർക്കിക്ക് അവിടെ നേരിട്ടൊരു കാര്യമില്ലല്ലോ. തലവേദന വേണ്ട, ഇസ്രായേൽ ചൊറയാണ് എന്ന് മനസ്സിലാക്കി മിണ്ടാതെ മടങ്ങുമെന്നാണ് ഇസ്രായേൽ പ്രതീക്ഷിച്ചത്. അതല്ല നടന്നത്. തുർക്കി പ്രസിഡന്റ് എർദോഗൻ നയിക്കുന്ന ഭരണകൂടം ഇസ്രായേലിനെതിരെ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. ഇസ്രായേലിൻ്റെ അവകാശവാദങ്ങൾക്കെതിരെ നിലപാടെടുത്തു എന്ന് മാത്രമല്ല, സിറിയയിലെ ആക്രമണം അവസാനിപ്പിക്കണമെന്ന പുതിയൊരാവശ്യവും ഇസ്രായേലിന് മുന്നിൽ വെച്ചിരിക്കുകയാണ്. തുർക്കിയെ സംബന്ധിച്ച് സിറിയയിലെ ഇസ്രായേൽ നീക്കം ഭാവിയിൽ അപകടമുണ്ടാക്കാൻ ഇടയുള്ളതാണ്. അവിടെ ഛിന്ന ഭിന്നമായ വിവിധ സംഘടനകളുടെ കടന്നുകയറ്റം അരാജക ഭരണം സൃഷ്ടിച്ചു. അതാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. എന്നാൽ അത് തുർക്കിയുടെ സമാധാനത്തിൻ്റെ പ്രശ്നമാണ്. ചെറു ഭീകര സംഘങ്ങൾ ഇങ്ങനെ ചിന്നിച്ചിതറി വളരുമ്പോൾ ഇസ്രായേലിന് എളുപ്പമാണ് കാര്യങ്ങൾ അലമ്പാക്കി എളുപ്പാക്കുക എന്നുള്ളത്. അതാണ് ഇസ്രായേലിൻ്റെ പരിപാടി. തുർക്കിയുടെ പിന്തുണയോടെ കേന്ദ്രീകൃത ഭരണത്തിലേക്ക് സിറിയ പോവുകയാണ് ഇപ്പോൾ എന്ന് തോന്നും. കുർദ് നേതൃത്വത്തിലുള്ള സായുധ ശക്തികളടക്കം സ്ഥിരമായ സ്വയം ഭരണഘടന ലഭിക്കുന്നത് തുർക്കി ഏറെക്കാലമായി എതിർക്കുന്നുമുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് തുർക്കി സിറിയയിൽ ഒരു ശക്തമായ കേന്ദ്ര ഭരണത്തെ പിന്തുണക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ തുർക്കി ആഗ്രഹിക്കുന്ന സിറിയയും ഇസ്രായേൽ ആഗ്രഹിക്കുന്ന സിറിയയും രണ്ടാണ്. അതുതന്നെയാണ് ഏറ്റുമുട്ടലിൻ്റെ അടിസ്ഥാനമായ കാരണം. ഇസ്രായേൽ തുർക്കി ബന്ധത്തിൽ കടുത്ത പോരാട്ടം തുടങ്ങിയത് ഇപ്പോഴല്ല. നേരത്തെ ഗാസ യുദ്ധമാണ് ബന്ധത്തിൻ്റെ അടിത്തറ തകർത്ത് കളഞ്ഞത്. 2026
ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില ഗാസയിലേക്ക് മാനുഷിക സഹായവുമായി നീങ്ങിയപ്പോൾ മരുന്നും അവശ്യവസ്തുക്കളും ഒക്കെയായി ഇസ്രായേലിൻ്റെ കടുത്ത ആക്രമണത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഗാസയിലേക്ക് നീങ്ങിയപ്പോൾ ഇസ്രായേൽ നാവികസേന കപ്പലുകളെ തടഞ്ഞിരുന്നു. ഏപ്രിലും മെയ്യിലും നടന്ന ഇടപെടലുകളിൽ തുർക്കി പൗരന്മാരടക്കം നിരവധി പ്രവർത്തകരെ ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്തു. മെയ് 18 അന്താരാഷ്ട്ര ജലപരിധിയിൽ നടത്തിയ ഇടപെടലിനെ തുടർന്ന് തുർക്കി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധവുമായി രംഗത്തെത്തി. ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ ജൂലൈ 14 നിർണായകമായൊരു നീക്കം തുർക്കിയിൽ നിന്നുണ്ടായി. ഇസ്താംബൂളിലെ കോടതി നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. തുടർന്ന് ഈ 21 തുർക്കി സർക്കാർ അദ്ദേഹത്തിനെതിരെ ഇന്റർപോൾ റെഡ് നോട്ടീസ് പുറത്തിറക്കിയതായി നീതിന്യായ മന്ത്രി അക്കിൻ ഗുർലെക്ക് തന്നെ അറിയിച്ചു. ഇത് ICC പുറപ്പെടുവിച്ച അറസ്റ്റ് വാറണ്ടിൽ നിന്ന് വ്യത്യസ്തമായ കാര്യമാണ്. മറ്റൊരു കാരണമാണ് ICCയുടെ അറസ്റ്റ് വാറണ്ട് 2024 നവംബർ 21 നെതന്യാഹുവിനും യോ ഗാലന്റിനുമെതിരെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. തുർക്കിയുടെ പുതിയ നടപടി സ്വന്തം അവിടുത്തെ മാത്രം പ്രത്യേക കാര്യത്തിന് അവിടുത്തെ കോടതി പുറപ്പെടുവിച്ചതാണ്. അതുകൊണ്ട് നെതന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ നിയമപരമായ സമ്മർദ്ദം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തുർക്കി മറ്റൊരു മുന്നണി കൂടി തുറന്നിരിക്കുകയാണ്. ഇസ്രായേലിന് കനത്ത തിരിച്ചടിയായി മക്ക കരാറും പശ്ചാത്തലമായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുന്നു. മുസ്ലിം രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ എന്ന നിലയിൽ ആ കൂട്ടായ്മയുടെ പ്രത്യാഘാതം ഇസ്രായേലിനെ സംബന്ധിച്ച് വലുതാണ്. ഓഗസ്റ്റ് 7 മക്കയിലാണ് തുർക്കി, സൗദി അറേബ്യ, പാകിസ്ഥാൻ എന്നിവർ മക്ക ജോയിന്റ് ഡിഫൻസ് എഗ്രിമെന്റ് ഒപ്പുവെച്ചത്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ശ്രദ്ധേയമായ നീക്കം. കരാറിന്റെ ഔദ്യോഗിക ഭാഷയിൽ ഇതൊരു പ്രതിരോധ സഖ്യമാണ്. ഒരു രാജ്യത്തിനെതിരായ സായുധാക്രമണം 3 പേരോടുള്ള ആക്രമണമായി കണക്കാക്കും. അങ്ങനെ സംയുക്ത പ്രതിരോധം ഏർപ്പെടുത്താനുള്ള അജണ്ട അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നാറ്റോ അങ്ങനെയാണ്. നാറ്റോയിൽ ഒരു രാജ്യത്തിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവർക്കുള്ള ആക്രമണമായി കണക്കാക്കും. അതിൻ്റെ ഒരു മിഡിൽ ഈസ്റ്റ് പതിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഏറ്റവും കൗതുകരമായ കാര്യം ഈ സഖ്യത്തിലും തുർക്കിയുണ്ട്, നാറ്റോയിലും തുർക്കിയുണ്ട് എന്നതാണ്. അത് ഇസ്രായേലിനെ സംബന്ധിച്ച് പ്രധാനമാണ്. അതിൻ്റെ രാഷ്ട്രീയ സന്ദേശം ചെറുതല്ല. സൗദിയുടെ സാമ്പത്തിക ശക്തി, തുർക്കിയുടെ സൈനിക ശേഷി, പാകിസ്ഥാൻ്റെ സൈനിക പരിചയം, ആണവശേഷി, ഇതൊക്കെ വലിയൊരു പ്രതിരോധം തീർക്കാൻ കെൽപ്പുള്ളതാണ്. അത് ഇസ്രായേലിൻ്റെ ഇതുവരെയുള്ള കണക്കുകൂട്ടലുകളെ തകർക്കുന്നതും ആണ്. ഇപ്പോൾ സിറിയയിൽ ഇസ്രായേലിൻ്റെ നേരെ രാഷ്ട്രീയമായി തുർക്കി നിലകൊള്ളുമ്പോൾ അതിന് മക്ക കരാറിന് ഇസ്രായേലിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട റോളുണ്ട്. നേരത്തെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരായി ഈ സഖ്യം മാറുമോ എന്നുള്ള ആശങ്കയും ഇസ്രായേൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്, ഔദ്യോഗികമായിട്ട് അനൗദ്യോഗികമായിട്ടും ഒക്കെ. ഇനി ഈ പ്രതിസന്ധികൾക്കിടയിൽ ഇസ്രായേലിനെ ആകുലപ്പെടുത്തുന്നത് മറ്റൊരു നിലപാടാണ്. അത് അമേരിക്കയുടെ നിലപാടാണ്. അമേരിക്കയും നെതന്യാഹു സർക്കാരും അടുത്ത കാലത്തായിട്ട് തർക്കത്തിലാണെന്ന് നമുക്കറിയാം. അത് ഇറാനെ മുൻനിർത്തിയാണ്. ഇപ്പോൾ അബു അൽ ദുഹൂർ ആക്രമണം അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. അമേരിക്കയുടെ സിറിയൻ പ്രത്യേക ദൂതനും തുർക്കിയിലെ അംബാസിഡറുമായ ടോം ബാരക്ക് ഈ ആക്രമണത്തെ അനാവശ്യമായ ആക്രമണം എന്നാണ് വിശേഷിപ്പിച്ചത്. ആക്രമണത്തിന് മുമ്പ് അമേരിക്ക അറിയിച്ചിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേൽ തുർക്കി സംഘർഷം അമേരിക്ക അംഗീകരിക്കുന്നില്ല. തുർക്കി അമേരിക്കയുടെ നാറ്റോ സഖ്യകക്ഷി കൂടിയാണ്. അതുകൊണ്ട് ഇനി ഇസ്രായേൽ തുർക്കി യുദ്ധം ഉണ്ടായാൽ തന്നെ US-ന്റെ ഇസ്രായേൽ താല്പര്യങ്ങൾ മാറ്റിവെക്കേണ്ടി വരും. അവിടെ നാറ്റോ സഖ്യകക്ഷിക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടി വരിക. പക്ഷം പിടിക്കാതെ ഈ സംഘർഷത്തിൽ നിലപാടെടുത്ത് മുന്നോട്ട് പോകാനാകും. അതുകൊണ്ട് തന്നെ US തയ്യാറാവുക. അതും ഇസ്രായേലിന് ആശങ്കയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് അസാധാരണമായ പ്രതിസന്ധിയാണ്. എല്ലായിടത്തെയും പോലെ സിറിയയിലെ തോന്നിയാസം, യുദ്ധക്കൊതി അത്ര ഈസിയായി നടപ്പാകില്ല എന്നത് നെതന്യാഹുവിനെ ഭീതിപ്പെടുത്തുന്നു. ഇനി തുർക്കി തിരിച്ചാലോ സിറിയയിൽ തുർക്കി ഒരു സൈനിക സാന്നിധ്യം സ്ഥാപിക്കുന്നത് തടയാൻ ഇസ്രായേലിന് കഴിയുകയുമില്ല. അതോടെ ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടലുകൾ മാറും. ഇതുവരെ സിറിയയിലെ ഇസ്രായേൽ സൈനിക നടപടികൾ ഒരു പ്രധാന ന്യായീകരണത്തോടെയാണ് ഇത് ഇസ്രായേലിൻ്റെ സുരക്ഷയാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ സിറിയയിൽ തുർക്കി സൈനിക സംവിധാനങ്ങളും റഡാറുകളും വ്യോമപ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ സജീവമാക്കിയാൽ ഇസ്രായേൽ ആക്രമണം പിന്നീട് തുടരുകയും ചെയ്താൽ അത് തുർക്കിക്കു കൂടിയുള്ള ഭീഷണിയായി അവർക്ക് പൊതുമധ്യത്തിൽ അവതരിപ്പിക്കാം. അതുകൊണ്ട് ഓരോ ഇസ്രായേൽ ആക്രമണത്തിനും ഒരു പുതിയ അപകട സാധ്യതയും രൂപപ്പെടും. രാഷ്ട്രീയ നിരീക്ഷകരുടെ കണ്ണിൽ 3 സാധ്യതകളാണ് ഇപ്പോൾ ഉള്ളത്. ഒന്നാമത് നിയന്ത്രിത ഏറ്റുമുട്ടൽ. ഇനി ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഇരു രാജ്യങ്ങളും ശക്തമായ പ്രസ്താവനകളിലൂടെ ഏറ്റുമുട്ടുക, സിറിയയിൽ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, എന്നാൽ നേരിട്ട് പരസ്പരം ആക്രമിക്കാതിരിക്കാൻ അമേരിക്കൻ മധ്യസ്ഥതയിലൂടെ പ്രവർത്തിക്കുക. ഇതാണ് ഏറ്റവും സാധ്യതയുള്ള വഴി. രണ്ടാമത് സിറിയയിൽ പ്രോക്സി കോൺഫ്രണ്ടേഷൻ. നേരിട്ട് ഇസ്രായേൽ തുർക്കി യുദ്ധമുണ്ടാകാതെ സിറിയൻ സർക്കാർ, മറ്റ് വിഭാഗങ്ങൾ, പ്രാദേശിക സായുധ സംഘങ്ങൾ തുടങ്ങിയവയിലൂടെ ഇരു രാജ്യങ്ങളും നടത്തുന്ന പോരാട്ടങ്ങൾ. ഇതാണ് കൂടുതൽ അപകടകരമായ ദീർഘകാല സാധ്യത, പ്രഖ്യാപിതമല്ലാത്ത അനിശ്ചിതകാല യുദ്ധ സാധ്യത. മൂന്നാമത്തേത് നടപ്പാക്കാൻ സാധ്യതയുള്ള കുറവുള്ള കാര്യമാണ് അപ്രതീക്ഷിത സൈനിക ഏറ്റുമുട്ടൽ. ഒരു തുർക്കി സൈനിക കേന്ദ്രം ഇസ്രായേൽ ആക്രമിക്കുക, തുർക്കി വ്യോമ പ്രതിരോധം ഇസ്രായേൽ വിമാനത്തെ ലക്ഷ്യമാക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സാധ്യത. അവിടെ നിന്ന് സംഘർഷം നിയന്ത്രിക്കാൻ അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടാകും. അങ്ങനെ സംഭവിച്ചാൽ ഇസ്രായേൽ കൂടുതൽ ബുദ്ധിമുട്ടും. ഇറാനിലുണ്ടായ അനുഭവം ഇസ്രായേലിനെ പേടിപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ഇസ്രായേലിൻ്റെ തൊട്ടടുത്ത് മറ്റൊരു ശക്തമായ പ്രാദേശിക സൈനിക ശക്തി നിലയുറപ്പിച്ചാൽ നെതന്യാഹുവിന് എത്രത്തോളം സ്വതന്ത്രമായി സൈനിക നടപടി നടത്താനാകും. തുർക്കി ഇവിടെ ഒരു അപ്രതീക്ഷിത എതിരാളിയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ മുന്നിലുള്ള
വഴി സിറിയയിലെ ആക്രമണം നിർത്തുക എന്നതാണ്. അമേരിക്ക ഇതിനകം ഇടപെട്ട് കഴിഞ്ഞു. സിറിയ ഇസ്രായേലുമായി വീണ്ടും സുരക്ഷാ ചർച്ചകൾ ആരംഭിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 23 സിറിയൻ വിദേശകാര്യമന്ത്രി അസാദ് അൽ ഷൈബാനി സുരക്ഷാ ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ പോരാട്ടം യുദ്ധത്തിലേക്ക് നയിക്കില്ല എന്ന നിഗമനത്തിലാണ് ലോകം. അങ്ങനെ ഉണ്ടായാൽ ഏറ്റവും വലിയ നഷ്ടം ഇസ്രായേലിന് മാത്രമായിരിക്കും. ഇസ്രായേലിനെ ഭീതിപ്പെടുത്താൻ പോകുന്ന സായുധ ശക്തി എന്ന് വേണമെങ്കിൽ തുർക്കിയെ വ്യാഖ്യാനിക്കുകയും ചെയ്യാം. തൊട്ടടുത്തു നിന്നൊരു എതിരാളിയെ നേരിടേണ്ടി വരിക എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ചരിത്രത്തിൽ അധികമില്ലാത്തതാണ്. സ്വയം ആണവശക്തി അല്ല എങ്കിലും നാറ്റോ സഖ്യകക്ഷി എന്ന നിലയിൽ തുർക്കിയുടെ കൂടി സുരക്ഷയ്ക്ക് തുർക്കിയിൽ യു എസിൻ്റെ ആണവായുധങ്ങളുണ്ട്. അമേരിക്കൻ ആണവായുധങ്ങൾ തന്നെ തുർക്കിയുടെ മണ്ണിലുണ്ട്. അതുകൊണ്ട് ഇസ്രായേലുമായി ഒരു നേരിട്ടുള്ള യുദ്ധമുണ്ടായാൽ ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സാധാരണ യുദ്ധമായി മാത്രം നടക്കില്ല. അമേരിക്കയും നാറ്റോയും തുർക്കിയുടെ ഒഴിവാക്കാനാകാത്ത ഘടകകക്ഷികളാകും. ഇസ്രായേലിൻ്റെ അടുത്ത നിലപാട് എന്താകും എന്ന് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.